നമസ്കാരം. കേരളത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ, പ്രത്യേകിച്ചും ഒരു 10നും 15നും ഒക്കെ ഇടയിലുള്ള പെൺകുഞ്ഞുങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. എന്തുകൊണ്ടെന്നാൽ മാനം ഭയന്നു വേണം നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിക്കാൻ. നമ്മുടെ നിയമവ്യവസ്ഥകൾ അതിന് അനുവദിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ക്രൂരത ചെയ്തവന്മാർക്കൊക്കെ കിട്ടുന്ന ശിക്ഷയുടെ ഒരു വ്യാപ്തിയാണ് മറ്റുള്ള ഇനി ക്രൂരത ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്മാരെ മുന്നോട്ട് വരാൻ ധൈര്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഒട്ടും തെറ്റാവില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം, നമ്മൾ പണ്ട് ആഫ്രിക്കയിലും രാജ്യങ്ങളിലേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, പലരോടും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, അവിടെ വഴിയരികിൽ നമ്മൾ ഫോണുമായിട്ട് നിൽക്കുവാണെങ്കിലോ പേഴ്സുമായിട്ട് നിൽക്കണോ തോക്കു ചൂണ്ടി അപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ വീട്ടിൽ കയറി ആക്രമിച്ച് അല്ലെങ്കിൽ കയ്യിലുള്ളതെല്ലാം കൊടുത്തേക്കണം, നോ പറഞ്ഞാൽ അപ്പം വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പൊതുവെ സാലറി കൂടുതൽ കൊടുക്കും അധ്യാപകർക്കും അതോടൊപ്പം മറ്റു ജീവനക്കാർക്കും ഒക്കെ. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് അധ്യാപക ജോലിക്കായിട്ട് ഒരുപാട് ആൾക്കാർ നമീബിയയിലേക്കും അതോടൊപ്പം ആഫ്രിക്കൻ കൺട്രീസിലെ പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട്. അവിടെയൊക്കെ അവർക്ക് പോകുമ്പോൾ മുന്നറിയിപ്പ് കിട്ടുന്ന ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ജീവൻ അവിടെ ഇച്ചിരി തുലാസിലാണ്, അപകടത്തിലാണ്, നിങ്ങളുടെ മാനം അപകടത്തിലാണ്. കാരണം ആഫ്രിക്കക്കാർ ഇച്ചിരി ആക്രമണ വാസനയുള്ളവരാണ്, അവർ ആക്രമിക്കും. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന പെൺകുട്ടികളോടും അവരുടെ പാരൻസിനോടും നമ്മൾ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ഇവിടെ സെറ്റിലാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ ഒന്നെങ്കിൽ തോക്കോ അല്ലെങ്കിൽ ആയുധങ്ങളോ പരിശീലിപ്പിക്കുക, ഇല്ലെങ്കിൽ കരാട്ടയോ കുങ്ഫുവോ കളരിയോ പോലുള്ള ആയോധന മുറകൾ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് പിച്ചി ചീന്തപ്പെടാം. അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്നത്. വേറൊന്നുമല്ല, ട്യൂഷൻ കഴിഞ്ഞു വരുന്ന 15 വയസ്സുകാരിയ വിദ്യാർത്ഥി, അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ മെയ് തൊട്ട് 10ാം ക്ലാസ്സുകാർക്ക് ട്യൂഷൻ ആരംഭിക്കും. കാരണം അവരിനി 10ാം ക്ലാസ്സുകാരാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പ്ലസ് 2കാർക്കും 10ാം ക്ലാസ്സുകാർക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ തുടങ്ങും. ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ 4 മണിക്ക് തുടങ്ങുന്ന ട്യൂഷൻ 7 മണി വരെ നീളാം, 8 മണി വരെ നീളാം. തൊട്ടടുത്ത വീടുകളിലാണെങ്കിൽ നടന്നു പോകും, സൈക്കിളിൽ പോകും. അങ്ങനെ ഒരു ഇടവഴിയിലൂടെ വരുന്ന ഒരു പെൺകുട്ടി, അതിന്റെ CCTV ദൃശ്യങ്ങൾ അതിഭയാനകമാണ്. ആ പെൺകുട്ടി മൊബൈൽ ടോർച്ചുമായിട്ടാണ് നടന്നു വരുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയാം, ഇരുളിന്റെ മറവിൽ നിന്ന് 2 പേര് കടന്നു വരുന്നു. എന്നാൽ അതൊരു ഇരുണ്ട വഴിയല്ല, അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്, തൊട്ടടുത്തൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരാൾ നടന്നു വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കോഴിക്കോട് നഗരത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു. ആ പെൺകുട്ടിയെ പിടിച്ചു വലിച്ചിഴച്ച് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇടുക്കുണ്ട്. അതായത് നിലവിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്ത തരത്തിലൊരു ഇടുക്കാണത്. ആ ഇടുക്കിലേക്ക് 2 ആൾക്കാർ അവളെ വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ആ പെൺകുട്ടിക്ക് എന്തോ അസാമാന്യ ധൈര്യമുണ്ട്, അല്ലെങ്കിൽ എത്ര ധൈര്യശാലി എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ധൈര്യം അറിയാതെ ചോർന്നു പോകും. ആ പെൺകുട്ടി അസാമാന്യ ധൈര്യമുള്ളവളായതുകൊണ്ടോ ദൈവം അവളെ കാത്തുരക്ഷിച്ചുകൊണ്ടോ എന്തോ, കാരണം അവിടെ വേറെ ആരുമില്ല കാത്തുരക്ഷിക്കാൻ, അവള് സ്വയം അലറി വിളിച്ചുകൊണ്ട്, കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ എന്തായാലും നഷ്ടപ്പെടുത്തിയില്ല, ആ മൊബൈൽ ഫോൺ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അലറി കൂവി വിളിച്ചുകൊണ്ട് അവൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ ആ അലർച്ചയുടെ ഒരു ലെവല്, ഒരു ഡെസിബല് കൂടിയതുകൊണ്ടാവണം അവന്മാർ പെട്ടെന്ന് ഒരു പക്ഷേ ഒരു നിമിഷം പതറിപ്പോയിട്ടുണ്ടാവും. കാരണം ഇച്ചിരി അലർച്ച കുറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കില്ല ആ പെൺകുട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അവൾ ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ അവരും അമ്മയുമായിട്ട് ഇരുന്ന് കംപ്ലൈന്റ് കൊടുക്കും. എന്തായാലും പോലീസുകാർ അവരെ പൊക്കുകയുണ്ടായി. 2 അന്യദേശ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന അന്യദേശ തൊഴിലാളികൾ, യുവന്മാർക്കൊക്കെ എങ്ങനെയാണ് ഈ ധൈര്യമുണ്ട്? നമുക്കറിയാം, ജിഷ കൊലക്കേസിൽ ഒരു അതിഥി തൊഴിലാളിയാണ് പിടിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം 6 വയസ്സുകാരി ആലുവയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട കേസിലും പിടിക്കപ്പെട്ട ഒരു അതിഥി തൊഴിലാളിയാണ്, മലയാളിയല്ല. പക്ഷേ എല്ലാ അതിഥി തൊഴിലാളികളും ക്രൂരന്മാരാണെന്ന് നമ്മൾ പറയില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അവരുടെ നാട്ടിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, റേപ്പ് പോലുള്ള അല്ലെങ്കിൽ തട്ടിപ്പറിക്കൽ പോലുള്ള, കൊലപാതകങ്ങൾ പോലുള്ള, മോഷണങ്ങൾ പോലുള്ള പല കാര്യങ്ങളും ചെയ്യാൻ ഒരു തിട്ട അല്ലെങ്കിൽ ഒരു സ്റ്റേജ്, ഒരു വേദി കേരളം ഒരുക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്. പറയുമ്പോൾ ശരിയാണതാ, ഇപ്പോ 1000 തൊഴിലാളികളിൽ നിന്ന് പോലീസുകാർ അഹോരാത്രം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു 24 അവേഴ്സിനുള്ളിൽ അവരെ പിടിച്ചിരിക്കുന്നു. അത് നമ്മൾ ശ്ലാഘനീയം തന്നെയാണ്, നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അവിടെ ആ ഒരു ഇടവഴിയിൽ കിടന്ന ഈ പറയപ്പെടുന്ന ചെരുപ്പ്, അതായത് പണിക്കാർ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പാണ് അതിന് തെളിവായി മാറിയത്. സിമന്റ് പുരണ്ട ഒരു ചെരുപ്പിൽ നിന്നാണ് അവർക്ക് മനസ്സിലായത് തൊഴിലാളിയാണെന്നും. അങ്ങനെ അതിഥി തൊഴിലാളിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. അവരെ പിടിച്ചു. 16-18 വയസ്സുള്ള 2 ബീഹാറികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അവർക്കൊരു ധൈര്യം, കേരളത്തിൽ വന്നൊരു പെൺകുട്ടിയുടെ നേരെ കൈ പൊക്കാൻ, അതായത് പീഡിപ്പിക്കാൻ ശ്രമത്തിൽ ഹൃദയത്തിൽ എങ്ങനെ അല്ലെങ്കിൽ ബുദ്ധിയിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇവരെല്ലാവരും ലഹരിക്കടിമകളാണോ? അറിയില്ല. പക്ഷെ എന്ത് തന്നെയായാലും അങ്ങൊരു ധൈര്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നിയമങ്ങൾ, അതായത് പോലീസ് പിടിച്ച് 2 അടി കൊടുത്ത് ഓർക്കത് പ്രശ്നമല്ല, പക്ഷെ ജയിലിൽ കിടക്കാം, സുഖിക്കാം, ആ ഒരു ഉദ്ദേശം കൊണ്ടാണോ, ആ ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് കൊണ്ടാണോ ഇവന്മാരെല്ലാം ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? പണ്ട് സിനിമാ നടി മഞ്ജു വാര്യർ പറഞ്ഞ പോലെ, കുട്ടികളുടെ നേരെ, 18 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ നേരെ കാമക്കണ്ണുകളുമായിട്ടുള്ള ചിന്ത ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നൊരു ഭീതി ദേഹം മുഴുവൻ ആളിപ്പടരണം. എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ കൊലവിളികളിൽ നിന്ന്, ഈ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പേടിപ്പിക്കുന്ന ശിക്ഷകൾ വരണം, ശിക്ഷകൾ നടപ്പിലാക്കി കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങൾക്ക് മാനത്തോടുകൂടി ഈ നാട്ടിൽ ഇനി ജീവിക്കാൻ കഴിയുകയുള്ളൂ.